ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാൻറ്റേജ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രോക്കറെ കുറിച്ചാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഓൺലൈനായിട്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ട്രസ്റ്റ് പൈലറ്റിലൊക്കെ 4.3 ഏകദേശം 12,659 റിവ്യൂവിൽ 4.3 റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ബ്രോക്കറാണ്. നല്ല രീതിയിൽ ഇപ്പോൾ വിഡ്രോവലും അതുപോലെ ഡെപ്പോസിറ്റും ഒക്കെ വളരെ ഇഷ്യൂ ഒന്നും കൂടാതെ തന്നെ, ഇതുവരെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരാതെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ തന്നെയാണ് വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടൊക്കെ കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ടെസ്റ്റിംഗ് വേർഷനൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ നിങ്ങൾ ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വാൻറ്റേജിൽ നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതിൻ്റെ ഫയൽ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ വാൻറ്റേജിൽ നിങ്ങൾക്ക് സെൻഡ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ് വരിക, ഈ ഒരു പേജാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ വാൻറ്റേജിൻ്റെ ഹോം പേജ് ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിൽ ആദ്യം നമ്മൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു. അതുപോലെ നമ്മളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമെയിൽ ഐ ഡി, നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി, അതുപോലെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇൻഡിവിജ്വൽ കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് എ US റെസിഡൻറ്റ്, അതുപോലെ ഐ എഗ്രി ടു വാൻറ്റേജ് യൂസിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ ID വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഫോൺ നമ്പർ വെരിഫിക്കേഷനാണ്. ആ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ നമ്മുടെ ഫോൺ നമ്പറും കൂടി കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇനി നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ കൺട്രി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഏകദേശം ഒരു 90% സെറ്റായി. ഇനി ഒരു വെരിഫൈ നമ്മൾ ഐ ഡി പ്രൂഫും കൂടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓൾ അതർ കൺട്രീസ് എക്സെപ്റ്റ് ദ വൺ ഓഫ് ബിലോ കണ്ടിന്യൂ ആണ് ഫോണാണ് കൊടുക്കുന്നത്. ഫോണിൽ നമ്മൾ QR സ്കാൻ ചെയ്യുക. നമ്മുടെ പേര് ചോദിക്കും, പേര് കൺഫേം കൊടുക്കുക. അതുപോലെ ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ നാഷണാലിറ്റി ഇന്ത്യ അത് കൊടുക്കുക. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ID പ്രൂഫ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ആധാർ കാർഡിൽ ശരിക്കും വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ മാത്രമേ ഉള്ളൂ. പക്ഷേ കൊടുത്തു നോക്കാം എങ്ങനെ വരുന്നതെന്ന് നോക്കാം. കണ്ടിന്യൂ. അതിനുശേഷം ഫ്രണ്ട് സൈഡ് ക്യാമറ എടുത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആണോ, ഇവിടെ അപ്ലോഡ് എ ഫോട്ടോ ഓഫ് ആൻ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത്, അതാണ് ചോദിക്കുന്നത്. ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ID പ്രൂഫ് തന്നെ വേണം. നമുക്കൊരു പാൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് കൊടുത്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം പാൻ കാർഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്രൊഫൈൽ വെരിഫൈഡ് ആയി. പ്രൊഫൈൽ വെരിഫൈഡ് ആയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പല അക്കൗണ്ടുകളുണ്ട്. നമ്മൾ മെറ്റാട്രേഡർ 5 MT5 പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ആപ്പിലും നമുക്ക് വാൻറ്റേജിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകളാണ് ഒന്നുകൂടി നന്നാവുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് നമ്മൾ ഫീ ഒന്നും അടക്കേണ്ടതില്ല. അപ്പോൾ സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STP എന്നുള്ളത്
കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ സ്റ്റാൻഡേർഡ് STP ഉണ്ട്. അതിനുശേഷം പിന്നെ സെൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. സെൻഡ് സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STP ഉണ്ട്. അപ്പോൾ സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബോട്ടുകളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ സെൻഡ് സ്വാപ്പ് ഫ്രീ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സ്വാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ കറൻസി USD കൊടുക്കുക. ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അതിനുശേഷം വ്യൂ മൈ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്കിനി MT5 ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂസർ നെയിമും അതുപോലെ പാസ്വേഡ് നമ്മുടെ മെയിൽ ID വന്നിട്ടുണ്ടാവും. അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ സെർവർ എന്ന് പറഞ്ഞാൽ വാൻറ്റേജ് ഇൻ്റർനാഷണൽ ലൈവ് 30 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെർവറാണ് നിങ്ങൾ തന്നിട്ടുള്ളത് നോക്കിയിട്ട് കൊടുക്കണം വേണ്ടത്. ഇനി ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ. അപ്പോൾ നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 100 USD ആണെങ്കിൽ 100 കൊടുക്കാം. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു അക്കൗണ്ട് അല്ലേ നോക്കുക. ശേഷം കണ്ടിന്യൂ കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് INR വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് അല്ല. അത് ഏത് ബ്രോക്കറാണ്, ഫോറക്സ് ബ്രോക്കേഴ്സ് ഏതാണെങ്കിലും ഇന്ത്യ റെഗുലേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UPI ഒക്കെ ഡെപ്പോസിറ്റ് നമ്മൾ തേർഡ് പാർട്ടി വഴിയായിരിക്കും, P2P വഴിയായിരിക്കും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. ഡയറക്റ്റ് ഏത് ബ്രോക്കറും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ P2P വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വഴിയായിരിക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്കോ ഡെപ്പോസിറ്റ് ആവുന്നതാണ്. പക്ഷേ അങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. USDT ഒരുപാട് നമുക്ക് ക്രിപ്റ്റോ ഇതിൽ അവൈലബിൾ ആണ്. ഈ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. UPI ഉപയോഗിക്കാൻ പറ്റും. 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു ഡെപ്പോസിറ്റ്. നിങ്ങൾ UPI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഓള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ UPI ആണെങ്കിൽ UPI ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമ്മുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റേറ്റ് 9795 ആയിരിക്കും നമ്മൾ ഈ 100 USD കൊടുക്കേണ്ടത്. ഫീ ഒന്നുമില്ല. 1 to 3 അവർ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഗ്രി കൊടുത്ത ശേഷം പേ നൗ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഈ ഒരു അക്കൗണ്ടിലേക്കാണ്, ഇവിടെ ഈ QR അല്ലെങ്കിൽ ഇവിടെ MD മിന്തു അലി എന്ന് പറഞ്ഞ ഈ ഒരു നെയിമിലേക്കാണ് നമ്മൾ 9796 രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിൽ വന്ന ശേഷം നമ്മൾ ഈ പേയ്മെൻറ്റ് ഇതിൻ്റെ UTR അവിടെ കൺഫേം ഓൾറെഡി നോട്ട് റിമൈൻഡ് കൺഫേം കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ നമ്മുടെ എൻ്റർ യുവർ നെയിം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നെയിം എന്താണോ ആ നെയിം കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ UTR അടങ്ങിയിട്ടുള്ള നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 അവറിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡെപ്പോസിറ്റ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഏത് ക്രിപ്റ്റോ ത്രൂ USDT ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ഡെപ്പോസിറ്റ് ആവുള്ളൂ. അപ്പോൾ ആ നെറ്റ്വർക്ക് കറക്റ്റായി കൊടുക്കാൻ ശ്രമിക്കും. ഓക്കെ, വിഡ്രോയിലും അതുപോലെ തന്നെ വിഡ്രോയിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഏത് മാർഗ്ഗമാണോ ആ മാർഗ്ഗം തന്നെയാണ് നിങ്ങൾക്ക് വിഡ്രോയിൽ ചെയ്യാനും പറ്റുക. അല്ലാതെ നിങ്ങൾ INR ഡെപ്പോസിറ്റ് ചെയ്ത് ക്രിപ്റ്റോയിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് $100 ആണെങ്കിൽ ആ $100 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതേ മാർഗ്ഗത്തിൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് മാർഗ്ഗത്തിലൂടെയും നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് വാൻറ്റേജ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാൻറ്റേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രോക്കർ തന്നെയാണ് നിങ്ങൾക്ക്. ഇപ്പോൾ വാൻറ്റേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇതുവരെ ഇഷ്യൂ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇനി ഈ ഒരു എൻ്റെ റെഫറൽ ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ ബോട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് ബോട്ടിൻ്റെ EXE ഫയൽ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് വീഡിയോ, നമുക്ക് അതിലും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.